New Hope TV, your encounter with God. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. നമ്മൾ ഈ 1-2 ആഴ്ചകളായിട്ട് ദൈവം നമ്മളോട് സംസാരിച്ചിരുന്ന വചനം ഇതാണ്. ഒറ്റ കാര്യം, നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിന് ഒരു കഴിവ് കുറവില്ല. God loves us so much that He can forgive every sin of yours. Are you with me? There is nothing that God cannot forgive because of His great love for us. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ മതം ഒക്കെ നമ്മളുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി നമ്മൾ കുറേ പ്രവൃത്തികൾ ചെയ്യണം, ക്രിയകൾ ചെയ്യണം. അങ്ങനെ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ളൊരു പാപമോചനം ആണ് മനുഷ്യൻ അല്ലെങ്കിൽ മതം മനുഷ്യനെ അന്വേഷിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ നിങ്ങളുടെയും പാപമോചനത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം എവിടെയാണ് വെളിപ്പെട്ടത്? കാൽവരി കുരിശേല. ഹല്ലേലൂയ. അവിടെ ചിന്തിയ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലും അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായി മരിച്ച ആ ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് നിങ്ങൾക്കും പാപമോചനം കിട്ടുന്നത്. അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം വായിക്കുമ്പോൾ ആ കാൽവരി കുരിശിലെ ആ പ്രവൃത്തി ചെയ്യുവാനുള്ള കാരണം എന്താണ്? ഗോഡ് സോ ലവ് ദ വേൾഡ്. നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അപ്പോൾ എന്നെ നിങ്ങളെ ദൈവം എനിക്ക് പാപമോചനം തരുന്നത്, എനിക്ക് നിത്യജീവൻ തരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, അല്ലാതെ വേറെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം നമ്മൾ ആ ഒരു ടോപ്പിക്കിലാണ്. കാരണം ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾക്ക് പാപമോചനത്തിന് ദൈവത്തിൻ്റെ സ്നേഹമാണ് ആവശ്യം. ആ സ്നേഹം പ്രകടമായത് കാൽവരി കുരിശിലാണെന്നും. ഹല്ലേലൂയ. നിയമാവർത്തനം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം ശ്രദ്ധ വായിക്കാം. ഡ്യൂട്രോണമി 7:9. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ ആകുന്നു സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് 1000 തലമുറ വരെ തൻ്റെ ഉടമ്പടിയും ദയയും പാലിക്കുന്നു. ആമേൻ. ആമേൻ. അവിടെ 4-5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, therefore know that the Lord your God, He is God. That He is God. അവനാണ് ദൈവം. അവനല്ലാതെ വേറെ ദൈവമില്ല. നമുക്കറിയാം കർമ്മൽ മലയിൽ എങ്ങനെ ആ ബലി വസ്തു കൺസ്യൂം ചെയ്തപ്പോൾ അവരുടെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ തുറന്നിട്ട് അവർ ദ ലോർഡ് ഹി ഈസ് ഗോഡ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം മാത്രമാണ്. നമുക്കറിയാം എബ്രായർ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അല്ല എന്താണ്? വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്, ആൻഡ് ദോസ് ഹു കം ടു ഹിം മസ്റ്റ് ബിലീവ് ദാറ്റ് ഹി ഈസ് ഗോഡ്. ഐ വിത്ത് മീ? ആൻഡ് ദാറ്റ് ഹി ഈസ് എ റിവാർഡർ ഓഫ് ദോസ് ഹു diligently seek him. അപ്പോൾ ഇന്ന് സഭയ്ക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? യേശു ദൈവമാണെന്ന്. ഇന്ന് പലപ്പോഴും യേശു ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല, അങ്ങേയറ്റം ഒരു പുണ്യാളിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഐ വിത്ത് മീ? ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഹി ഈസ് ഗോഡ്. അതാണ് ആദ്യം സഭ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, അവൻ്റെ സ്വഭാവം വിശ്വസ്തതയാണ്. ദാറ്റ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. നമുക്കറിയാം പല വ്യക്തികളും പല ആൾക്കാരെയും പല കാര്യങ്ങളെയും ദൈവമെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ there is only one person, one God who is faithful. ഹല്ലേലൂയ. കാരണം അവൻ ജീവിക്കുന്നവനാണ്. അവൻ്റെ കൽപ്പന അല്ല, അവൻ ഉടമ്പടി പാലിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ്. പറ്റുന്നതല്ല, ഉടമ്പടി പാലിക്കുന്ന ദൈവമാണ്. ഹോ ഈസ് ഫെയ്ത്ത്ഫുൾ. മൂന്നാമത്തെ ഒരു കാര്യം അവിടെ എന്താണ്? അവൻ്റെ ഉടമ്പടി പാലിക്കുന്നവനാണ്. ഹി കീപ്സ് ദ കവണന്റ്. അയ്യുദ്ധി ഉടമ്പടി, അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കും. അത് കാരണം ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും മാറിപ്പോവും, എങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വചനം പോലും, ഒരു വള്ളിയോ പുള്ളി പോലും മാറുകയില്ല. സോ ഈസ് എ കവണന്റ് കീപ്പിംഗ് ഗോഡ്. നാലാമത്തെ ഒരു കാര്യം, അവന് ദയയുള്ളവനാണ്. എന്ന് വെച്ചാൽ 1000 തലമുറ വരെ നിനക്ക് വിശ്വസ്തതയുണ്ടെങ്കിൽ, നിൻ്റെ 1000 തലമുറകൾ വരെ ദൈവത്തിന് നിൻ്റെ തലമുറയുടെ മുകളിൽ ദൈവത്തിന് കരുണയുണ്ടാകുന്നവനാണ്. അങ്ങനെ ഒരു 5-ാമത്തെ എങ്ങനെയാ ആ കരുണയുണ്ടാകുന്ന ആ ജനത്തിൻ്റെ ഒരു വിശേഷം എന്താ പറയുന്നത്? അവനെ സ്നേഹിക്കുന്നവനാണ്. അവനെ സ്നേഹിക്കുന്നത് വാക്കുകൊണ്ടുള്ള സ്നേഹമല്ല, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ജനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് ആ ദൈവത്തെ അറിയുവാനും ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് പ്രാപിക്കാൻ പറ്റുക. കാരണം നമ്മുടെ അനുഗ്രഹം എവിടെയാണ്? അനുഗ്രഹം ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഐ വിത്ത് മീ? ആ വചനം ഞാൻ മനസ്സിലാക്കി ഞാൻ അത് സ്വന്തമാക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സ്വന്തമാക്കുന്നത്.
കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടി ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന ആ ഉടമ്പടിയുടെ മധ്യ ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കുമ്പോൾ എന്താണ്? അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ. നമ്മൾ നേരത്തെ വായിച്ച് കേട്ടിട്ടുണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, ഞാൻ അയക്കുന്ന ഒരു വചനം പോലും പാഴായി പോവുകയില്ല, അത് അയച്ചിരിക്കുന്ന പ്രവൃത്തി നിർവഹിക്കും, നിങ്ങളുടെ ജീവിതങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ എവിടെ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നുവോ അവിടെ അഭിവൃദ്ധിയേ ഉണ്ടാകുകയുള്ളൂ. കാരണം ദൈവം വന്നിരിക്കുന്നത് എൻ്റെ വചനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിനക്ക് സമൃദ്ധമായ ജീവൻ തരാനാണ്. ആയുദ്മി. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഞാൻ സ്വന്തമാക്കുമ്പോൾ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് പ്രാപിക്കാൻ പറ്റും. ആ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വിലപിടിപ്പുള്ള അനുഗ്രഹം എന്താണ്? പാപമോചനം. പാപമോചനം വഴിയാണ് നീതീകരണം. നീതീകരണം വഴിയാണ് നിത്യജീവൻ. അപ്പം പാപമോചനം ഇല്ലെങ്കിൽ എനിക്ക് നീതീകരണമില്ല, നീതീകരണമില്ലെങ്കിൽ എനിക്ക് നിത്യജീവൻ അവകാശമില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം യേശു ക്രിസ്തുവാണ്. ആയുദ്മി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, 1 കൊരിന്ത്യർ 2-ാമത്തെ വാക്യം ദൈവം പറയുന്നുണ്ട്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സുകൾ ഗ്രഹിച്ചിട്ടില്ല, അവനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന്. ആ കരുതി വെച്ചിരിക്കുന്നത് യേശുവിനെയാണ്. ഹലോ, പല വ്യക്തികളും കരുതി വെച്ചിരിക്കുന്നത് എൻ്റെ വീടാണ്, എൻ്റെ കാറാണ്, എൻ്റെ ജോലിയാണെന്നാണ് വിചാരിക്കുന്നത്. അതല്ല, അവൻ കരുതി വെച്ചിരിക്കുന്നത് യേശുവാണ്. നീ ആ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ നീ എല്ലാ അനുഗ്രഹവും സ്വന്തമാക്കുക. കാരണം എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവിടം യേശുവാണ്. നീ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതല്ലേ ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം പറയുന്നത്, നീ സ്വർഗ്ഗരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം കൂട്ടിച്ചേർക്കും. അവൻ്റെ നീതി എവിടെയാണ് വെളിപ്പെടുന്നത്? വെളിപ്പെട്ടിരിക്കുന്നത് അവൻ കാൽവരി കുരിശിലാണ്. നീതി വെളിപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. കാരണം അവൻ വെളിപാട് പുസ്തകം പറയുന്നത് അവൻ്റെ നാമം ദൈവവചനമാണെന്ന്. യേശുവിലാണ്, ദൈവവചനത്തിലാണ്. റോമാർക്ക് ലേഖനം 1-ാം 17 പറഞ്ഞുണ്ട്, അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുള്ള, ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ള ഒരു ജീവിതം ഞാൻ നയിക്കണം. ഒരു ആമേൻ പറയാവോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 തെസ്സലോനിയൻസ് 5-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം വായിക്കാം സിസ്റ്ററെ. 1 തെസ്സലോനിയൻസ് 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ആമേൻ. അപ്പോൾ ഇവിടെ വിളിയുള്ള എത്ര പേരുണ്ട്? ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്, ആ വിളി അവൻ പൂർത്തീകരിക്കും. എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ പറഞ്ഞ് എന്നെ വിളിച്ചിരിക്കുന്നത് എനിക്കൊരു ഭാവി, ഒരു പ്രത്യാശ തരാനാണ്. ആയുദ്മി. എനിക്കൊരു ഭാവി എവിടെയാണ്? എനിക്കൊരു ഭാവി നിത്യതയിൽ ദൈവത്തോടു കൂടി ചിലവഴിക്കാൻ. ആ ഒരു പ്രത്യാശ എന്നെ നിരാശനാക്കുകയില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു വിളിയുണ്ടെങ്കിൽ ആ വിളി ദൈവം വിശ്വസ്തനാണ്. അതുപോലെ തന്നെ ഞാൻ ആ വിളി വിശ്വസ്തയോടെ ഞാൻ സ്വീകരിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. അവനത് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഹീ വിൽ ബ്രിങ് ഇറ്റ് ടു പാസ്. ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ നിങ്ങളുടെയും ഈ ഞാൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ദൈവത്തോട് രമ്യപ്പെട്ടിട്ട് റെക്കൺസൈൽ ചെയ്തിട്ട് ദൈവത്തെ തേടി ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ച് ഞാൻ പോകുകയാണെങ്കിൽ നിത്യജീവന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് റോമാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നത്, ഇനി മുതൽ അല്ലേ എനിക്ക് ശിക്ഷാവിധിയില്ല. Hallelujah. There is therefore now no condemnation for those who are in Christ. യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഇനി മുതൽ ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിലായിരിക്കുന്നവരുടെ വിശേഷം മലയാളത്തിൽ POC ബൈബിളിൽ ഇല്ല, പക്ഷേ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, അങ്ങനെ യേശു ക്രിസ്തുവിലായിരിക്കുന്നവരുടെ വിശേഷം അവർ ജഡത്താലല്ല നയിക്കപ്പെടുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിലാണ് നയിക്കപ്പെടുന്നത്. ആത്മാവിൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് റോമാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, മക്കൾക്ക് ശിക്ഷയില്ല. ആയുധി. മക്കൾക്ക് ശിക്ഷയില്ല. കാരണം മൂത്ത സഹോദരൻ ശിക്ഷയൊക്കെ ഏറ്റെടുത്തു. മൂത്ത സഹോദരൻ്റെ പേരറിയോ? യേശു. അമേൻ, അമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെ ശിക്ഷാവിധി ഇല്ലാതെ, അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സന്തോഷത്തിന് വകയുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷത്തിൻ്റെ വക എന്താണ്? ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ തൽക്ഷണം എൻ്റെ യേശുവിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം മരണത്തിന് പോലും മരിക്കാൻ പോലും ഭയമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മരണം എനിക്കൊരു നേട്ടമാണെന്നാണ്, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ആ വിഷയം അറിയാമായിരുന്നു.
അവൻ ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവം വിശ്വസനായതിൻ്റെ അടിസ്ഥാനത്തിൽ, അവന് ദൈവം പാപമോചനം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, നിത്യജീവന് ഉറവിടമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് വളരെ ഇതായിരുന്നു. മരിക്കുന്നത് ഇവിടെ നിന്നൊരു പലപ്പോഴും മരണം ഒരു വലിയ നഷ്ടമായിട്ട് കണക്കാക്കുന്നത്. പൗരസഭയെ സംബന്ധിച്ച് അവൻ പറയാം, മരണം എനിക്കൊരു നേട്ടമാണ്. കാരണം എന്താണ്? ഞാൻ ഈ ലോകത്തിലെ സങ്കടങ്ങളും എന്നാ കണ്ണുനീരും, വെളിപാട് പുസ്തകം പറയുന്നുണ്ടല്ലോ, അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, വിലാപമൊന്നുമില്ല, സന്തോഷവും ആനന്ദം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളത് ഒരു നേട്ടമാണ്. അങ്ങനെ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ സഹോദര, നമ്മൾക്ക് മാത്രമല്ല മരിക്കാൻ ഭയമില്ല, നമ്മളുടെ ബന്ധുമിത്രാദികൾ നമ്മളുടെ വേർപാടിൽ അധികമായിട്ട് സങ്കടപ്പെടുകയില്ല. കാരണം ഒരു കാലാവധി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് യേശുവിൻ്റെ കൂടെ ഹല്ലേലൂയ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്. ആയുധി ദാറ്റ് ഈസ് എ ഹോപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനത്തെ പ്രത്യാശ നമ്മളെ നിരാശനാക്കുകയില്ല. ആയുധി റോമൻസ് 5:5 പറയുന്നുണ്ട്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എങ്കിലും നമ്മൾക്കറിയാം യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആ പ്രത്യാശ എന്നെ നിരാശനാക്കുകയില്ല. നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ നിത്യജീവനാണ്. ഐ വിത്ത് മീ, ഹല്ലേലൂയ. പിന്നെ സിസ്റ്റർ 2 തിമോത്തി 2:13 ഒന്ന് വായിക്കോ. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവത. നമ്മൾ ദൈവമായിട്ട് മല്ലിട്ട് ശത്രുതയിലാണെങ്കിലും ദൈവത്തിന് ക്യാരക്ടർ മാറ്റാൻ പറ്റുകയില്ല. ഹലോ, നമ്മൾക്കറിയാം മനുഷ്യൻ പലതരത്തിലാണ്. മനുഷ്യൻ നുണയനാണെന്ന് ദൈവത്തിന് വചനം പറയുന്നുണ്ട്. ഒരു സമയത്ത് ഒരു കാര്യം പറയും, പിന്നെ കാണുമ്പോൾ വേറെ കാര്യം പറയും, അല്ലേ? അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്, നുണയൻ. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ എത്ര അവിശ്വസത കാണിച്ചിട്ടുണ്ടെങ്കിലും ദൈവം വിശ്വസ്തനാണ്. അത് നമുക്കറിയാം. ഹെബ്രായർക്കുള്ള നമ്മളെപ്പോഴും രണ്ടുണ്ടല്ലോ, നമ്മൾ ദൈവത്തിൻ്റെ ദാറ്റ് ഹി കനോട്ട് ലൈ, അല്ലേ? ദ 2 immutable things on which God can. ദൈവത്തിന് നുണ പറയാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ ക്യാരക്ടർ, അല്ലേ? മറ്റേത് അവൻ്റെ കവണൻറ്റ്. ക്യാരക്ടർ എന്ന് വെച്ചാൽ അവന് അസാധ്യമായിട്ടൊന്നുമില്ല, അതിലൊരു സംശയമില്ല. പിന്നെ രണ്ടാമത് അവൻ്റെ ഉടമ്പടി. ആകാശവും ഭൂമി മാറിയാലും ഉടമ്പടി ലംഘിക്കുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയ. അതാണ് അവൻ്റെ വിശ്വസ്തത. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എനിക്ക് യേശുവിലേക്ക് വന്ന് പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു ഫൊർഗീവ് യു ആൻഡ് ടു ക്ലെൻസ് യു ഫ്രം ഓൾ അൺറൈച്ചസ്നെസ് എന്ന് പറഞ്ഞ് എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എനിക്ക് പാപമോചനം തരും. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഹി ഹാസ് സെഡ്, ഇഫ് യു കൺഫെസ് യുവർ സിൻസ്, ഐ ആം ഫെയ്ത്ത്ഫുൾ and I am just to forgive you and to cleanse you from all your unrighteousness. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. അപ്പം എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് എനിക്ക് ദൈവത്തിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ആകെ ഞാൻ ചെയ്യേണ്ടത് പശ്ചാത്തപിച്ച് എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. ദൈവം പറയുന്നുണ്ടല്ലോ, കാസ്റ്റ് ഓൾ യുവർ കെയർസ് ഓൺ മീ ഫോർ ഐ കെയർ ഫോർ യു. കാരണം യേശു ക്രിസ്തു ആ കുരിശേൽ എൻ്റെയും നിങ്ങളുടെയും മനുഷ്യരാശിയുടെ മുഴുവൻ ഇനി ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനുള്ള എല്ലാ പാപവും ആ കുരിശേലേറ്റെടുത്തതാണ്. ഹല്ലേലൂയ. നമുക്ക് അവൻ്റെ നീതി സൗജന്യമായിട്ട് കിട്ടുവാനായിട്ട്. പിന്നെ ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം വായിക്കുമോ? ജെനസിസ് 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തു പരിപാലിച്ച് ഈ ദേശത്തേക്ക് വരുത്തും. ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുന്നത് വരെയും ഞാൻ നിന്നെ കൈവിടുകയില്ല. ആമേൻ. ആരോടത് പറഞ്ഞത്? യാക്കോബിനോട് അല്ല പറയാണ്. അപ്പോൾ നമ്മളോട് ഓരോരുത്തരും വ്യക്തിപരമായാണ് വചനം നമ്മൾ അങ്ങനെ ഏറ്റെടുക്കണം. യു മസ്റ്റ് പേഴ്സണലൈസ് ദി ഗോസ്പൽ. ഇത് യാക്കോബിന് മാത്രമുള്ളതല്ല. പക്ഷേ ആ സാഹചര്യം യാക്കോബിനെ പറ്റി നമ്മൾ അവസ്ഥ നോക്കാനാ. യാക്കോബ് അന്ന് എല്ലാവരെയും കളിപ്പിച്ച് ഓടുക. അയ്യോന്നി അപ്പനെ കളിപ്പിച്ചു, സഹോദരനെ കളിപ്പിച്ചു, പിന്നെ വേറെ ആരെയൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാപട്യം നിറഞ്ഞ ഒരു ഡിസീറ്റ്ഫുൾ ആളായിട്ടാണ് പോകുന്നത്. പക്ഷെ ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, ഞാൻ നിന്നെക്കുറിച്ചുള്ള പദ്ധതി മുഴുവൻ പൂർത്തീകരിക്കുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ. ഹലോ, ഐ വിത്ത് മീ. നീ അവിടെ ചെന്നിട്ട് അവൻ്റെ അമ്മായി അപ്പനെയും കളിപ്പിക്കും. നീ പിന്നെ വേറെ ആരെയൊക്കെ കളിപ്പിച്ച് നമുക്കറിഞ്ഞൂടെ. എങ്കിലും ദൈവത്തിന് അവനെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്താണ്? നീ ഇനി മുതൽ യാക്കോബല്ല, നീ ഇനി മുതൽ ഇസ്രായേലാണ്. നീ ഒരു എന്നാ പറയുന്ന നമ്മൾ പറയല്ലേ,
ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തതിന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുക എല്ലായിടത്തും വചനം പറയുന്നുണ്ട് എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു ജനത്തിൻ്റെ ഒരു തലമുറയുടെ തുടക്കത്തിന് ഉള്ള ഒരു സ്ഥാനവും ഒരു എന്നാ പറയുന്ന ഒരു ഓണറും കൊടുത്തൊരു വ്യക്തിയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ്. അപ്പോൾ യാക്കോബിനോട് പറയും, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് എന്നെ നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ ആ പദ്ധതിക്ക് സമർപ്പിച്ച ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മളുടെ അവസ്ഥ നോക്കിയിട്ടല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഫൈനലായിട്ടുള്ള ആ പ്ലാൻ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിന് വണങ്ങിയ ഒരു ജീവിതം നയിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും കാരണം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു ജെറമ്യായിൽ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ഒരു ചിന്തയുണ്ട്. ആ ചിന്ത നിൻ്റെ സമൃദ്ധിക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ്, നിൻ്റെ നാശത്തിനല്ല, നിനക്കൊരു പ്രത്യാശ, നിനക്കൊരു ഭാവിയും തരാനാണ്. അപ്പോൾ അതിന് നമ്മൾ കീഴ്പ്പെട്ട് ഒരു ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്താണ്? നിന്നെ പിശാചിൻ്റെ പിടിയിൽ നിന്നും പിശാചിൻ്റെ അടിമത്തിൽ നിന്നും വീണ്ടെടുക്കണമെന്ന്. അയ്യുദ്മി അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്ലാനാണ് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കിയും അത് നമ്മൾ വിലപിടിപ്പുള്ളതായിട്ട് കണക്കാക്കേണ്ടത്. എങ്ങനെയാണ് എന്നെ ദൈവത്തിൻ്റെ സ്വന്തം രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വചനം പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടോ അല്ല നമ്മളെ വാങ്ങിച്ചത്, വിലയ്ക്ക് വാങ്ങിച്ചത്. നമ്മളെ വീണ്ടെടുത്തത് അമൂല്യമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. ആ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. അങ്ങനെയുള്ളൊരു ആമേൻ പറയാവോ? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും, എൻ്റെ ഈ ജീവിതകാലം മുഴുവനും എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള അറിവ് വരുമ്പോൾ എനിക്ക് ആ ദൈവത്തിലേക്ക് തിരികെ വരാൻ പറ്റും. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ നോക്കുമ്പോൾ അവന് ആ മാനസാന്തരം അല്ലെങ്കിൽ അവന് ആ പിതാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപാട് കിട്ടിയത് അവൻ പിതാവിൻ്റെ ഭവനത്തിലിരുന്നപ്പോഴല്ല, പന്നിക്കൂട്ടിലിരുന്നപ്പോഴാണ്. അയ്യുദ്മി ഹലോ, പന്നിക്കൂട്ടിൽ പിശാചുമായിട്ട് പിതാവുമായിട്ട് ശത്രുതയിലിരുന്ന അവസ്ഥയിലാണ് അവന് ആ വെളിപാട് കിട്ടിയത്. എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, ആ പിതാവിനെ തള്ളിക്കളയില്ല. അതുപോലെ സഹോദര, നിങ്ങൾ പാപം വഴി ഏത് പന്നിക്കൂട്ടിലായിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കണം, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പിതാവുണ്ട്. ആ പിതാവ് നിന്നെ ഒരിക്കലും തള്ളിക്കളയല. നീ എത്ര ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തോട് ശത്രുതയും മല്ലിട്ടൊരു ജീവിതമാണ് നീ ഇപ്പോൾ ഈ നിമിഷത്തിൽ നയിക്കുന്നതെങ്കിലും നിന്നെ സ്നേഹിച്ച് നിൻ്റെ തിരികെ വരവിന് കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പിതാവുണ്ട്. നിനക്ക് എന്ന് വേണമെങ്കിലും ആ പിതാവിലേക്ക് തിരികെ വന്നാൽ നിന്നെ രണ്ട് കൈ കൊണ്ടും സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മകനാക്കാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് തിരികെ വരണം. അപ്പോൾ നിനക്ക് ഈ അനുഗ്രഹം കിട്ടുന്നത് ലോകത്തിലെ ഒരു വ്യക്തിയല്ല തരുന്നത്, അല്ലെങ്കിൽ ഒരു മതമല്ല തരുന്നത്, അല്ലെങ്കിൽ ഒരു കൂതാശയല്ല തരുന്നത്. അത് തരുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, നിന്നെക്കുറിച്ചുള്ള കരുതലാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആ യേശുവിലേക്ക്, ആ പിതാവിലേക്ക് യേശു വഴി നമ്മൾ വന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാകുവാനുള്ള കഴിവ് ദൈവം എനിക്കും നിങ്ങൾക്കും തരും. ആർക്കും ഈ ലോകത്തിലെ ക്രിസ്ത്യാനി പേരൊന്നും വേണമെന്നില്ല, പേരല്ല, അത് ഹൃദയമാണ് വാട്ട് ഇസ് റിലവൻറ്റ്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഹീബ്രൂസ് 11-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം വായിക്കാം. ഹീബ്രൂസ് 11:11. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് കരുതിയതിനാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ആമേൻ. അത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കുകയാണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് തിങ് മോർ ക്ലിയർലി. ഇംഗ്ലീഷിൽ സാറായെ കുറിച്ച് പറയുകയാണ്. സാറയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടിയപ്പോൾ? സാറായിക്ക് 90 അല്ല, എബ്രാഹിമിന് 75, സാറായിക്ക് 10 വയസ്സ് കുറവ് പറ്റും അല്ലേ? സാറായിക്ക് 65. എന്തും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വലിയൊരു സത്യം ഇതാണ്. ആ സാറായിക്കും എബ്രാഹാമിനും ദൈവം ഒരു ദൂത് കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ബൈ ഫെയ്ത്ത് സാറ ഹെർസെൽഫ് also received strength to conceive seed, and she bore a child when she was past the age, because she judged him faithful who had promised. ഈ വചനത്തിൽ എന്തുമാത്രം ദൈവത്തിൻ്റെ സത്യങ്ങളുണ്ടെന്നറിയാമോ? ഒന്ന്, ബൈ ഫെയ്ത്ത് സാറ ഹെർസെൽഫ് റിസീവ് സ്ട്രെങ്ത് ടു കൺസീവ് സീഡ്. ആ സീഡ് എന്താണ്? ഇന്ന് സീഡ് എന്താണ്?
ദൈവത്തിൻ്റെ വചനമാണ്. ഹലോ, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, the word of God is a seed, or the seed is a word of God. Are you with me? അപ്പോൾ ബൈ ഫെയ്ത്ത്, അപ്പോൾ വിശ്വാസത്താൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. Are you with me? ഹലോ, ദൈവത്തിൻ്റെ വചനം എനിക്ക് സ്വീകരിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ദൈവത്തിന് വിശ്വസ്തനാണെന്നുള്ള ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. സോ ബൈ ഫെയ്ത്ത് സാറ റിസീവ് സ്ട്രെങ്ത് ടു കൺസീവ് ദ സീഡ്. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് നിങ്ങൾക്കും വിത്താകുന്ന വചനം എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് വേണം. അത് ദൈവത്തിലുള്ള വിശ്വാസം വഴി മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആൻഡ് ഷീ ബോർ എ ചൈൽഡ് വെൻ ഷി വാസ് പാസ്റ്റ് ദ ഏജ്. എന്താണ്? അസാധ്യമായ കാര്യം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അല്ലേ? നമ്മൾ റോമാർ ലേഖനം 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സാറായുടെ ഗർഭപാത്രം മരണാവസ്ഥയിൽ ഡെഡ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏബ്രഹാമിൻ്റെ ശരീരവും ഡെഡായിരുന്നു. അപ്പോൾ ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലത്ത് ഒരു സാധ്യത ഉണ്ടാക്കുന്ന ദൈവമാണ്. അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. Are you with me? ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിശ്വാസം വഴി ആ വചനം ഉൾക്കൊണ്ടപ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാറായിക്ക് ചെയ്യുവാൻ പറ്റി, അല്ലെങ്കിൽ സാറായുടെ ജീവിതത്തിൽ സംഭവിച്ചു. പിന്നെ 3-ാമത്തെ, ബിക്കോസ് ഷീ ജഡ്ജ്ഡ് ഹിം ഫെയ്ത്ത്ഫുൾ ഹു ഹാഡ് പ്രോമിസ്ഡ്. എഗെയിൻ ദൈവത്തിൻ്റെ വചനം റോമകളുടെ 4-ാമത്തെ വചനം പറയുന്നുണ്ട്, എബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹീ ഹു പ്രോമിസ്ഡ് ഇസ് ഏബിൾ ടു പെർഫോം. വാഗ്ദാനം ചെയ്തതിന് പ്രവർത്തിക്കുവാൻ കഴിവുണ്ട് എന്നുള്ള അറിവാണ്, അല്ലെങ്കിൽ ജ്ഞാനമാണ്, അല്ലെങ്കിൽ വെളിപാടാണ് എബ്രഹാമിന് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റിയത്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എബ്രഹാമിനെ നീതിക്കായിട്ട് കണക്കിട്ടു. Are you with me? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾക്കും ഉള്ളതാണ്. This is an example for us how you and I can appropriate the blessings of God. By faith you can receive the word. Are you with me? Hallelujah. By faith you can receive the word and then you will do impossible things. അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വിശ്വാസത്താൽ. കാരണം എന്താണ്? നീ ഉൾക്കൊള്ളുന്ന വചനത്തിൻ്റെ മധ്യേ പ്രവർത്തിക്കുന്ന നീയല്ല, മനുഷ്യനല്ല, പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് അസാധാരണ കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അത് വിശ്വാസത്തിനനുസരിച്ചാണ് അവൻ പറഞ്ഞത് അവന് ചെയ്യുവാൻ കഴിവുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ഒരു കുരുടനോട് യേശു ചോദിച്ചു, അല്ലേ, ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടതെന്ന്. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. അവൻ പറഞ്ഞു, നീ പറഞ്ഞതനുസരിച്ച് സംഭവിക്കട്ടെ. യേശുവിന് ഒന്നും അസാധ്യമായിട്ടില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല. അല്ലേ? അതിന് യോജിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. പിന്നെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിനക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നീ വിശ്വസിച്ചാൽ ദൈവം നിനക്ക് പറഞ്ഞതൊക്കെ. ലൂക്കായുടെ സുവിശേഷം സിസ്റ്റർ ഒന്ന് വായിച്ചേ. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതനുസരിച്ച് എനിക്കും അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യവതി. അവൾ ഭാഗ്യവതി. എന്താണ് പറഞ്ഞത്? വിശ്വസിച്ച് സംഭവിച്ചു. അല്ലേ? ഭാഗ്യം ഒരു അനുഗ്രഹമല്ലേ? ഹലോ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൻ ഭാഗ്യവതി, അല്ല ഭാഗ്യവാൻ. കാരണം എന്താണ്? ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോൾ എന്താണ്? ഐ റിസീവ് സ്ട്രെങ്ത് ടു കൺസീവ് ദ സീഡ്. ഹലോ. ദൈവം എനിക്കോട് സംസാരിച്ച വചനങ്ങൾ സ്വീകരിക്കുവാനുള്ള കഴിവ് ദൈവം തരികയാണ്. ആ കഴിവ് നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ മധ്യ വസിച്ചു, ആ വചനത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്താകുന്ന വചനം ഞാൻ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ മഹത്വം വെളിപ്പെടും എൻ്റെ ജീവിതത്തിലും. സാറായുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഇസഹാക്കായിട്ടാണ്. ഐ വിത്ത് മീ. നമ്മുടെ ജീവിതത്തിലും പല ഇസഹാക്കുമാർ വരും. ഞാൻ പറയുന്നത് ലൗകിക ജഡിക മക്കളെക്കുറിച്ചല്ല, അനുഗ്രഹം. കാരണം എന്താണ്? എബ്രഹാമിന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാത്തിരുന്ന ഒരു സന്തതിയാണ്. ഇന്ന് നമ്മൾക്ക് എന്താണ് അനുഗ്രഹം എന്ന് വെച്ചാൽ, നിങ്ങൾ കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നീ അത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഒരു ആമേൻ പറയാം വിശ്വസിക്കുന്നവരൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാമെന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 22. പക്ഷേ ഈ വചനം വിലാപത്തിൻ്റെ വചനമല്ല കേട്ടോ, ഈ വചനം സന്തോഷത്തിൻ്റെ വചനമാണ്. ലാമെന്റേഷൻസ് ബുക്കിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് അത് വളരെയേറെ സന്തോഷിക്കേണ്ട വചനങ്ങളാണ്. ലാമെന്റേഷൻസ് 3:22-23. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ആമേൻ. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ആമേൻ. അവ രാവിലെ തോറും പുതുതാകുന്നു. ആമേൻ. നിന്റെ വിശ്വസ്തത വലുതാകുന്നു. ആമേൻ. ഇത് വിലപിക്കേണ്ട സന്ദേശമാണോ അതോ സന്തോഷിക്കേണ്ട സന്ദേശമാണോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഹല്ലേലൂയ. ത്രൂ ദ ലോർഡ്സ് മെർസീസ് വി ആർ നോട്ട് കൺസ്യൂംഡ്. നമ്മൾ യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും അവകാശം നാശമാണ്, അതോ ക്രോധമാണ്, ശിക്ഷയാണ്. എങ്കിലും അവൻ്റെ കരുണയാൽ അത് സംഭവിക്കുന്നില്ല. Are you with me?